ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോ ആയിട്ട് വന്നിരുന്നു. പ്രസവ സമയത്ത് എനിക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായ അനുഭവത്തെ കുറിച്ചാണ് ഞാൻ വീഡിയോ ഇട്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഇതിന് ഞാൻ കംപ്ലയിൻ്റ് എല്ലാം കൊടുത്തിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് DMO തലത്തിലുള്ള അന്വേഷണം ഉണ്ടായിരുന്നു. അന്വേഷണം ഒരു ഫെബ്രുവരി 6-ാം തീയതിയാണ് നമുക്ക് അന്വേഷണത്തിന് വേണ്ടി എനിക്ക് നോട്ടീസ് അയക്കുന്നത്. DMO തലത്തിലുള്ള അന്വേഷണമുണ്ട്, 6-ാം തീയതി ഹോസ്പിറ്റലിൽ ഹാജരാണോ എന്നാണ് നോട്ടീസ് അയക്കുന്നത്. അത് കഴിഞ്ഞ് ജനുവരി 30-ാം തീയതി വിളിച്ചിട്ട് പറയുന്നു 31-ാം തീയതി അന്ന് രാവിലെ 10 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ വരണം. അന്ന് DMO ഒക്കെ വരുന്നുണ്ട്, അന്വേഷണത്തിന് വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ രേഖകളും കാര്യങ്ങളായിട്ടൊക്കെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അന്ന് എനിക്ക് സ്റ്റിച്ച് ഫുൾ എടുത്തിട്ടില്ല. സ്റ്റിച്ച് എടുക്കുന്നതിന് മുമ്പാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നത്. DMO തലത്തിലുള്ള അന്വേഷണത്തിന് വേണ്ടി ഞാൻ ചെല്ലുന്നത്. അങ്ങനെ അവിടെ പോയി ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിരിക്കുന്ന രേഖകളെല്ലാം കാണിച്ചു. എൻ്റെ അവസ്ഥ അവർ നേരിട്ട് കണ്ടു. അന്ന് സ്റ്റിച്ച് പുറത്തും എടുത്തിട്ടില്ല. എനിക്ക് ഒട്ടും വയ്യാത്ത അവസ്ഥയിലാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ പോയി അവർ കാര്യമെല്ലാം തിരക്കി അറിഞ്ഞ് എല്ലാ റിപ്പോർട്ടും എഴുതിക്കൊണ്ട് പോയതിന് ശേഷം ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ നമുക്ക് അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിരുന്നു. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് നമ്മളവിടെ ചെന്നപ്പോഴത്തേക്ക് ഹസ്ബൻഡാണ് പോയത്, ഇക്കയാണ് പോയത്. ഇക്ക അവിടെ ചെന്നപ്പോഴത്തേക്ക് പോലീസ് പറയുന്നതെന്ന് പറഞ്ഞാൽ അതിലെ റിപ്പോർട്ടിൽ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ഒരു വീഴ്ച ഇതുവരെ ഉണ്ടായിട്ടില്ല, ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിക്കാണ് അവർ മൊഴി കൊടുത്തേക്കുന്നത്, റിപ്പോർട്ട് വന്നേക്കുന്നത്. അപ്പം എനിക്ക് 2.5 സെൻറ്റിമീറ്ററോളം നീളത്തിലാണ് ഈ നരമ്പ് കെട്ടായിരിക്കുന്നത്. മലതോരത്തിലെ നരമ്പ് അത്രത്തോളം ഇതിലാണ് കെട്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ മുറിവ് താനെ ഉണ്ടായതാണ്. എനിക്ക് ഈ ഫിസ്റ്റുല എന്ന് പറയുന്ന രോഗം എനിക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നത് ഫിസ്റ്റുലയാണ്. എനിക്ക് ഫിസ്റ്റുല എന്നുള്ള രോഗം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ 4 വർഷം വരെ മോൻ കിട്ടാത്തതിനുള്ള ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ എനിക്ക് അഥവാ ഇങ്ങനൊരു രോഗം ഉണ്ടെങ്കിൽ ഇത്രയും നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോഴത്തേക്കും അതിലേതെങ്കിലും ഒരു ഇതിൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് ഇങ്ങനെ രോഗം ഉണ്ടെന്ന്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഇതൊന്നും എനിക്കിതുവരെയും കിട്ടിയിട്ടില്ല. അപ്പം റിപ്പോർട്ട് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഡോക്ടറിൻ്റെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, തെറ്റുകാർ നമ്മളാണ്. എനിക്കറിയത്തില്ല ഞാനാണോ ഇത് കീറിയെന്നുള്ളത്. ഞാൻ എങ്ങനെ ഇത് കീറാനാണ്? ഇത്രയും താഴ്ച ഈ മുറിവ് എങ്ങനെ ഞാൻ കീറും? അത് 4 വർഷം കൂടിയിരുന്ന് കിട്ടിയ മോനാണ്. ആ മോനൊന്ന് എടുക്കാനോ അവന് പാലെടുക്കാനോ അവനൊന്ന് കൊഞ്ചിക്കാനോ ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം ഞാൻ 10 മാസം കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കൊളോസ്റ്റമിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനി അത് തിരിച്ചിടാനുള്ള ഓപ്പറേഷനുണ്ട്, പ്ലാസ്റ്റിക് സർജറി ഉണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞേക്കുന്ന ഉടനെ തന്നെ പ്ലാസ്റ്റിക് സർജറി വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർ കീറാത്തോണ്ടാണ് എനിക്ക് പ്ലാസ്റ്റിക് സർജറിയുടെ ആവശ്യം വന്നേക്കുന്നത്. ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്ന് ഡോക്ടറല്ലല്ലോ എനിക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് പ്ലാസ്റ്റിക് സർജറി എനിക്ക് ഉടനെ വേണമെന്നാണ്. ഇതെന്ത് നിയമമാണ് എന്ത് സർക്കാരാണെന്ന് എനിക്കറിയാൻ വയ്യ. മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊന്നും ഇതുവരെ ഒരു കോള് പോലും നമുക്കൊന്നും വിളിച്ചിട്ടില്ല. അതുപോലെ ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇത് കോംപ്ലിക്കേഷനാണ്, ഇത് പ്രസവത്തിൽ സാധാരണ ഇങ്ങനെ സംഭവിക്കുന്ന കേസുകളാണ് എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കോംപ്ലിക്കേഷൻ നടക്കുമ്പോൾ ഡോക്ടറിനെ അറിയാൻ പറ്റൂലേ? നമ്മുടെ പ്രസവം കൊടുക്കുന്ന ഡോക്ടറല്ലേ, അപ്പോൾ ഡോക്ടറിനെ അറിഞ്ഞൂടെ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, അവർക്ക് അതിനുള്ള തുടർന്നുള്ള ചികിത്സ അപ്പോഴേ നൽകണം എന്നുള്ള രീതി അവർക്ക് അറിയത്തില്ലേ? ഇപ്പോൾ കോംപ്ലിക്കേഷനാണ് ഇങ്ങനൊരു സംഭവം അവർക്കുണ്ടായി എന്നുള്ള കാര്യം ഒന്നെങ്കിൽ അവർ എന്നോടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോടോ അവർ പറയണം. ഇത് അവർ പറഞ്ഞിട്ടില്ല, അവർ മറച്ചു വയ്ക്കുകയാണ് ചെയ്തേക്കുന്നത്. അവർ മറച്ചു വെച്ച് എന്നെ 10 ദിവസത്തേക്ക് എന്നെ അഡ്മിറ്റാക്കുന്നു. 10 ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വേദന മാറാൻ നമ്മൾ വീണ്ടും അവിടെ ചെല്ലുമ്പോൾ എന്നിട്ട് അവർ പറയുന്നില്ല അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു വീഴ്ച ഉണ്ടായി അല്ലെങ്കിൽ ഇങ്ങനൊരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നവർ അവർ പറയുന്നില്ല. അപ്പോൾ കോംപ്ലിക്കേഷൻ ആണെങ്കിൽ അവരെന്തിനു മറച്ചു വയ്ക്കണം? ഇത് കോംപ്ലിക്കേഷൻ അല്ല, ഇത് അവരുടെ ഭാഗത്തുനിന്ന് അവരുടെ കൈക്ക് വന്ന വീഴ്ചയാണ്. പക്ഷേ ഇത് മറച്ചു വയ്ക്കാൻ വേണ്ടിയാണ് അവരെന്നെ ഈ 17 ദിവസത്തേക്ക് എന്നെ അഡ്മിറ്റാക്കുന്നതും. പിന്നെ രണ്ടാമത് 7 ദിവസത്തേക്ക് ഞാൻ അഡ്മിറ്റാക്കിയപ്പോൾ അവർ പറഞ്ഞു ഞാൻ എല്ലാം ക്ലിയർ ആക്കി തരാം, 5 ദിവസത്തേക്ക് ഡ്രസ്സ് ചെയ്ത് ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് 5-ൻ്റെ പറയുന്നു. അവർക്കത് പറ്റൂല, മെഡിക്കൽ കോളേജിലത്തേക്ക് റെഫർ ചെയ്യണം, മെഡിക്കൽ കോളേജ് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, സർജറി ആവശ്യമുണ്ട്. മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം ഞാൻ അവരുടെ ഫ്രണ്ടിൻ്റെ അടുത്തെല്ലാം പറഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാവും എന്നുള്ള രീതിക്കാണ് ഞാൻ മെഡിക്കൽ കോളേജിലത്തേക്ക് 7-ൻ്റെ ഇടുന്നത്. അവർ പറഞ്ഞ വീഡിയോ ക്ലിപ്പ് എൻ്റെ കിടപ്പുണ്ട്, ഞാൻ അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് ഇന്ന് 5 ദിവസം ഡ്രസ്സ് ചെയ്ത് ആന്റിബയോട്ടിക്സ് എടുക്കുക, തിങ്കളാഴ്ച സർജനെ കാണിക്കാനായിട്ട് എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിൽ. പിന്നെ ഓക്കെ ആവാതെ ഗ്യാരണ്ടിയാണ്.
മെഡിക്കൽ കോളേജിൽ പോയി എന്ത് ചെയ്യും? അല്ലാണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഇപ്പോഴേ ഒരു സർജറി മെഡിക്കലിൽ ചെന്നതിന് ശേഷമാണ് പിന്നീട് രീതികൾ ഫുള്ള് മാറി നമ്മൾ ചിന്തിക്കാത്ത രീതിയിലോട്ടെല്ലാം കാര്യങ്ങൾ മാറി മറിയുന്നത്. 3 സർജറി മെഡിക്കൽ കോളേജിൽ നടത്തി. ഈ നെടുമങ്ങാടത്തേക്കാൾ അപ്പുറത്തെ ദുരനുഭവമാണ് എനിക്ക് മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായത്. സർജറി ചെയ്ത് 3 സർജറി ചെയ്ത് 3 ശരിയായിട്ടില്ല. എനിക്ക് കൊളോസ്റ്റമി 2 ചെയ്തിട്ട് അത് 2 ശരിയായിട്ടില്ല. ഈ S1 യൂണിറ്റിലാണ് ഞാൻ കാണിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. S1 യൂണിറ്റിലെ ഡോക്ടർമാർ എന്തുകൊണ്ടാണ് ഇനി എങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവരെടുത്ത് കുടൽ 3ാമത്തെ സർജറി കുടൽ പുറത്ത് വെച്ചാൽ ആ കുടൽ ഉള്ളിലോട്ടായി പോയെന്നാണ്. ആ സമയത്ത് ഡോക്ടറുടെ അടുത്ത് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ ന്യായം എന്ന് പറഞ്ഞാൽ ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. അവർ പറഞ്ഞത് കുടൽ വണ്ണം ഉണ്ടായിരുന്നു, വയറുണ്ടായിരുന്നു, വയറ് കുറഞ്ഞപ്പോഴത്തേക്കാണ് കുടൽ അകത്തോട്ടായി പോയത്. അത് അത്രയ്ക്ക് അകത്തോട്ട് പോകാൻ വേണ്ടി മാത്രമുള്ള കുടലാണ് അങ്ങനെ. അവരത്രയും അലസമായിട്ടാണ് അവരിങ്ങനെ ഓരോ സർജറി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വിശ്വാസം എല്ലാം പോയി. എൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നൊരവസ്ഥയിൽ ഞാൻ സ്വയം മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് ഞാൻ പ്രൈവറ്റിലോട്ട് പോകാറുള്ളത്. പ്രൈവറ്റിൽ ചെന്നതിൻ്റെ പേർക്ക് മാത്രമാണ് അത് ഇപ്പോഴും ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് എനിക്ക്. അതുപോലെ തന്നെ ഞങ്ങൾ നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ നെടുമങ്ങാടത്തെ ഡോക്ടറിനെ ഞാൻ വണ്ടി യാത്ര ചെയ്തിരുന്നു. വണ്ടി യാത്ര ചെയ്താൽ എങ്ങനെയാണ് എനിക്ക് ഇത്രയും മുറിവുണ്ടാകുന്നത്? എനിക്ക് എന്ത് ചെയ്യണമെന്നോ എങ്ങനെ ഇതിന് മുമ്പോട്ട് പോകണമെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പറ്റാത്തൊരു ഇതിൽ നിൽക്കുകയാണ്. എന്തായാലും കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം. കാരണം ഇനിയും തുടർന്നുള്ള ചികിത്സകളുണ്ട്. നമുക്ക് ഇത്രയും ഇത് ചെയ്തതിനൊരു നഷ്ടപരിഹാരമെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഈ ഡോക്ടറിൻ്റെ ഭാഗത്തുനിന്നോ എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഈ 2 സർജറികൾ ഇനിയും ബാക്കിയുണ്ട്. അതിനുശേഷമുള്ള തുടർന്നുള്ള ചികിത്സകൾ. ഇതിപ്പോൾ സർജറിയോടുകൂടി ശരിയാവുന്നതാണ്. സർജറി കഴിഞ്ഞാലും നമുക്ക് വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വരും. അത്രയും ബുദ്ധിമുട്ടല്ല. ഇപ്പോൾ 7 സർജറി എന്ന് പറഞ്ഞാൽ അടുത്തടുത്തായിട്ട് 7 സർജറി എന്ന് പറയുമ്പോൾ ഒന്ന് എന്താ പറയുക, എനിക്ക് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഓർക്കുമ്പം തന്നെ ഒരു വല്ലായ്കയാണ്. ഇത്രയും നാൾ ഞാൻ അനുഭവിച്ചത്, ഞാൻ അത്രത്തോളം ഞാൻ അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ അനുഭവിച്ചു. ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്ന് ഈ മുമ്പിൽ ഇരിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. അത്രയും എന്തായാലും ഞാൻ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത്. നമുക്കിതിൽ നിന്നൊരു നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഇനി കിട്ടോ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ കേസുമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ച് വെച്ചേക്കുന്നത്. എനിക്കൊരു നീതി വേണം. കാരണം ഞാൻ ഇത്രയും അനുഭവിച്ചു, എത്രത്തോളം ഞാൻ അനുഭവിച്ചു, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതിൽ നിന്നൊരു മോചനം വേണം. ആ ഒരു ഇതിന് വേണ്ടിയാണ് ഞാൻ ഈ കേസായിട്ട് മുമ്പോട്ട് പോകുന്നത്. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് എനിക്കുണ്ടാവണം. സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു.